അമേരിക്കൻ കോൺഗ്രസിന് സമർപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷൻ പ്രകാരം 23 രാജ്യങ്ങളെ പ്രധാന മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ പ്രധാന നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപ്പാദന രാജ്യങ്ങളായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ പട്ടികയിൽ ഇന്ത്യയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ-യുഎസ് ബന്ധം തിരിച്ചുവരവിന്റെ പാതയിൽ നിൽക്കവെയാണ് ട്രംപിന്റെ അവഹേളനം. അഹമ്മദാബാദിനടുത്തുള്ള ഉമിയ ധാമിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ റാഫ്റ്റ് ഫൗണ്ടേഷൻ നിർമ്മിച്ച് അദാനി സിമന്റ്സ് പങ്കാളികളായ PSP ഇൻഫ്രയുമായി ചേർന്നാണ് പദ്ധതി പൂർത്തീകരിച്ചത്. നിർമ്മാണത്തിലെ സാങ്കേതിക മികവും പാരിസ്ഥിതിക സുസ്ഥിരതയും ലോജിസ്റ്റിക്കൽ വൈദഗ്ധ്യവും ഒത്തുചേർന്ന ഈ നേട്ടം വൻകിട പദ്ധതികൾ കൃത്യതയോടെ കൈകാര്യം ചെയ്യാനുള്ള അദാനി സിമന്റ്സിന്റെ വൈദഗ്ധ്യമാണ് എടുത്തുകാട്ടുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രംഗത്ത്. വോട്ട് മോഷണം നടക്കുന്നു എന്നും കുറ്റകൃത്യം ചെയ്യുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നുമാണ് രാഹുലിന്റെ പ്രധാന ആരോപണം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ ആസൂത്രിതമായി നീക്കം ചെയ്യുന്നുവെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യം ഇപ്പോഴും നടുക്കത്തോടെ ഓർക്കുന്ന സംഭവമാണ് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടം. കഴിഞ്ഞ ജൂൺ 12-നാണ് ലോകത്തെ തന്നെ നടുക്കിയ വ്യോമയാന ദുരന്തമുണ്ടായത്. ലണ്ടൻ ലക്ഷ്യമിട്ട് യാത്ര പുറപ്പെട്ട ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. പാലുത്പന്ന കയറ്റുമതിയിൽ മുന്നേറ്റം തുടർന്ന് രാജ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ 13 ലക്ഷം ടൺ പാലുത്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഇതിലൂടെ 4181 കോടി രൂപയുടെ വരുമാനവും നേടി. മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കയറ്റുമതിയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2023 കുറയ്ക്കുക 24 സാമ്പത്തിക വർഷത്തിൽ 2294 കോടി രൂപ മൂല്യം വരുന്ന 63,737 50 ടണ്ണായിരുന്നു കയറ്റുമതി ചെയ്ത്. യുവ രാഷ്ട്രീയ നേതാവ് മോശമായി പെരുമാറി എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ യുവനടി റിനി ആൻ ജോർജാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വെളിപ്പെടുത്തലിന് പിന്നാലെ നടി റിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത്. യുവ നേതാവിനെതിരായ ആരോപണങ്ങളിൽ നിയമവഴിയെ പോകുന്നില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സൈബർ ആക്രമണങ്ങളിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും റിനി പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരണവുമായി നടനും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങളുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് തോന്നുന്നില്ലെന്നും ആരോപണങ്ങൾ തെളിയിക്കപ്പെടണമെന്നും രമേശ് പിഷാരടി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ ബിസിനസ്സുകൾക്ക് പിന്നിൽ തട്ടിപ്പ് പണമാണ് എന്ന ആരോപണം ഉന്നയിച്ചാണ് KD ജലീൽ MLA നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതുന്നത്. തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതിൽ ജലീൽ അഴിമതി നടത്തി എന്നാണ് PK ഫിറോസിന്റെ ആരോപണം. ഇരുനേതാക്കളും പരസ്പരം പോർ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുന്നത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ച ആനന്ദവല്ലി എന്ന വയോധികയെ സുരേഷ് ഗോപി പരിഹസിച്ചിരുന്നു. മന്ത്രിയാകുമ്പോൾ കരുവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും അതിനുള്ള വഴിയുണ്ടാക്കി തരണം എന്നുമാണ് ആനന്ദവല്ലി പറഞ്ഞത്. മുത്തങ്ങ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം നരിവേട്ടയ്ക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് സികെ ജാൻ. അക്ഷരാർത്ഥത്തിൽ അന്ന് മുത്തങ്ങയിൽ നരനായാട്ടാണ് നടന്നതെന്നും മനുഷ്യരായ പോലീസുകാരെ ആരെയും അവിടെ കണ്ടിട്ടില്ലെന്നും സികെ ജാൻ പറഞ്ഞു. സത്യം പറയാൻ സാധിക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എങ്കിലും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു.